നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ സ്നേഹത്തിനായി കരുതലിനായി സ്തോത്രം. ശത്രു മുമ്പാകെ മേശയൊരുക്കുന്ന നിന്റെ വിശ്വസ്തതയ്ക്കായി, നിന്റെ രാജ്യത്തിന് ശക്തിക്കായി, നിന്റെ ജ്ഞാനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ബലഹീനരായ ഞങ്ങൾ ഉറപ്പുള്ള പാറയെന്ന് ക്രിസ്തുവിനെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് കർത്താവ്. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും കർത്താവ് ഉയർത്തി നിന്റെ ശക്തിയാൽ ഉണർത്തി ക്രിസ്തുവാന്ന പാറയമേ അവിടെ സോളികത്ത പുനരുദ്ധാന ശക്തി വെളിപ്പെടുത്തി തന്നെ നിന്റെ മഹത്വം, നിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവെഴുത്തുകളെ ധ്യാനിപ്പാൻ കർത്താവ് സഹായിക്കണമേ. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും കർത്താവ് ഞങ്ങളോട് കൂടിയിരുന്ന കൃപയ്ക്കായി സ്തോത്രം. നീ കൂട്ടിവരുത്തി ഓരോ ജനത്തെയും അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇനി കർത്താവ് നിനക്ക് പ്രസാദമുള്ള ജനത്തെ കൂട്ടിവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്യായ ചിന്തകൾ ഇട്ടുകൊണ്ട് ജനത്തെ കർത്താവ് സത്യവചനത്തേക്ക് അടുപ്പിക്കാതിരിക്കുന്ന ഈ ലോകത്തിൻ്റെ ശക്തിയെ കർത്താവ് നിന്റെ നാമത്തെ ഞങ്ങൾ അഫലമാക്കുകയാണ്. ഗ്രഹിപ്പാൻ തക്കവണ്ണം ആത്മീക ചെവികളെ തുറന്നാട്ടെ. ബുദ്ധിമണ്ഡലത്തിൽ അന്യായ ചിന്തകളിട്ടുകൊണ്ട് ധ്യാനിക്കുന്ന വചനത്തെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന സകല അധർമ്മ വ്യാപാരങ്ങളെയും സാത്വാന്യ വ്യാപാരങ്ങളെയും ഈ ശബ്ദം കടന്നു ചെല്ലുന്ന ഓരോ പരിസരങ്ങളിൽ നിന്ന് വ്യക്തികളിൽ നിന്നും പുത്രത്തിൻ്റെ അധികാരത്തോടെ ക്രിസ്തുയേശുവിൻ്റെ നാമത്തെ ഞാൻ അഫലമാക്കുന്നു. പരിശുദ്ധാത്മാവ് ദൈവമേ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. താങ്ക് യു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ച വിഷയങ്ങൾ ഞാനൊന്ന് ഷെയർ ചെയ്തോട്ടെ. സ്തോത്രം. വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് കൊണ്ട് നമ്മൾ വളരെ ആഴമായ രീതിയിൽ ചിന്തിച്ചു വന്നു. ഒന്നാമത്തെ ക്ലാസ് തുടങ്ങി തന്നെ സ്തോത്രം നമ്മൾ ചിന്തിച്ചു വന്നത് 1-2 അധ്യായങ്ങളിൽ നിന്ന്, റോമലേഖനത്തിൻ്റെ 1-2 അധ്യായങ്ങളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ, 1-ാം അധ്യായത്തിൽ ജാതികൾക്ക് എന്താണ് സംഭവിച്ചതെന്നും 2-ാം അധ്യായത്തിൽ ജാതികളെക്കാൾ ഞങ്ങൾ ശ്രേഷ്ഠന്മാരെന്ന് പറഞ്ഞുകൊണ്ട് ജാതികളെ അവഗണിച്ച് ഞങ്ങൾ പരിച്ഛേദനക്കാരെന്ന് പ്രശംസിച്ചു കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ന്യായപ്രമാണം ഉള്ളവരെന്ന് പ്രശംസിച്ചു കൊണ്ടിരുന്ന, ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് പ്രശംസിച്ചു കൊണ്ടിരുന്ന അവരെയും ന്യായപ്രമാണം അനുസരിക്കാത്തോടത്തോളം നിങ്ങളും ജാതികളെ പോലെ തന്നെ ദൈവസന്നിധിയിൽ ശിക്ഷാർഹരാണ്. അങ്ങനെ എല്ലാവരും ദൈവ തേജസ് നഷ്ടപ്പെട്ട് കുറ്റത്തിന് ശിക്ഷയ്ക്ക് അർഹരായി തീർന്നു, ദൈവക്രോധത്തിന് അർഹരായി തീർന്നു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം ചിന്തിച്ചു വന്നത്. എന്നാൽ 3-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ കൃപയുടെ ആ വലിയ വാതിലിനെ തുറന്നത് നമ്മൾ വളരെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി. കൃപയാലല്ലാതെ മാനവജാതിക്ക് വീണ്ടും ദൈവത്തോട് നിരപ്പാൻ സാധ്യമല്ല. ഒരു സൃഷ്ടിയാലും ഒന്നിനാൽ തന്നെ ഡിവൈൻ ഗവൺമെൻറ്റിന് വരുത്തിയ ഹേമത്തെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുവാൻ സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ വെളിപ്പെടുത്തി. സ്തോത്രം. അതിനാൽ തന്നെ ദൈവം തന്നെ സ്തോത്രം നിയമദാതാവായി തന്നെ, സൃഷ്ടിതാവായി തന്നെ, മനുഷ്യനെ പോലെ ശരീരമുള്ളവനായിട്ട്, ന്യായപ്രമാണത്തിന് കീഴുള്ളവനായിട്ട് തന്നെ, സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായിട്ട് തന്നെ മനുഷ്യരുടെ വെളിപ്പെട്ട് സർവ്വ മാനവജാതിക്കും വേണ്ടി അവരുടെ മേലുള്ള പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് പകരമായി തൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ശിക്ഷ അനുഭവിച്ചു. അവർ മരിക്കേണ്ട സ്ഥാനത്ത് മരിച്ചു. മാനവജാതി ദൈവത്തിൽ നിന്ന് കൈവിട്ടു പോകേണ്ട സ്ഥാനത്ത് അല്പസമയത്തേക്ക് കോടിക്കണക്കിന് വരുന്ന മാനവജാതി നിത്യ യുഗങ്ങൾ നരകത്തിൽ വെന്തെരിയതിനേക്കാൾ തൻ്റെ പുത്രൻ അല്പസമയം വെന്തെരിയുന്ന നല്ലതെന്ന് കണ്ടുകൊണ്ട് അല്പസമയത്തേക്ക് അവനെ കൈവിട്ടു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് അത്യുച്ചത്തിൽ നിലവിളിക്കത്തക്കവണ്ണം അത് കാരണമായി തീർന്നു. ഹല്ലേലൂയ. നിങ്ങൾ മാർട്ടിയേഴ്സിൻ്റെ ഒക്കെയും വീഡിയോകൾ കാണുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ജോൺ ഹസ്, അതുപോലെ തന്നെ വിശുദ്ധന്മാരുടെ അവരൊക്കെയും സ്റ്റേക്കിൽ കത്തിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ജോൺ ഹസ് പാട്ട് പാടിക്കൊണ്ടാണ് അതിനെ അഭിമുഖീകരിക്കുന്നത്. ഹല്ലേലൂയ. പുതുനിയമത്തിൽ അനേകർക്ക് അങ്ങനെ സംഭവിച്ചു. കാരണം അവർ പോകുന്ന വളരെ പ്രത്യാശയോടു കൂടിയാണ്. അവർ പോകുന്ന ഇടമാണെന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. സ്വന്തം ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ സന്തോഷത്തോടു കൂടിയായിരുന്നു ഈ ടെമ്പററി മൺകൂടാരത്തിൽ നിന്ന് നിത്യമായ കൂടാരത്തിലേക്ക് അവർ പ്രവേശിക്കുന്നത്. എന്നാൽ യേശുവിനെ അറിയാമായിരുന്നു താൻ എവിടേക്കാണ് പോകുന്നതെന്ന്. തൻ്റെ പ്രാണനും ആത്മാവ് ദുഷ്ടന്മാർ വെന്തെരിയുന്ന പാതാളത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ താൻ തന്നെയാണ് അതിനെ സൃഷ്ടിച്ചത്. അവിടുത്തെ യാതന എത്രമാത്രം വലുതെന്നറിയാം. അതിനേക്കാളും ഉപരിയായിട്ട് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവമേ നിന്നെ ഇഷ്ടിക്കുവാൻ ഞാൻ പ്രിയപ്പെടുന്നത് പറഞ്ഞത്. 40-ാം സങ്കീർത്തനം 6-ാം വാക്യം. എന്നാൽ ദൈവത്തിൽ നിന്നുള്ള എറ്റേണൽ സെപ്പറേഷൻ അത് സഹിക്കാവുന്നതല്ല.
അത് സഹിക്കാവുന്നതല്ല. അതിൻ്റെ ഘോരത്വം എത്രമാത്രം വലുതെന്ന് അറിഞ്ഞുകൊണ്ടാണ് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടാണ് എലി എലി ലമ്മ ശബക്താനി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്നെ പ്രാണനെ വിടുന്നത്. ഹല്ലേലൂയ. ഇതിൻ്റെയൊക്കെ ഒരു അനുഭവം ഇതിന് നമുക്ക് വേണ്ടി ചെയ്തത് അല്പസമയത്തേക്ക് നമ്മുടെ സോളിലേക്ക് ഒന്ന് എടുക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന് പോലും, എത്ര കഠിന ഹൃദയമുള്ളവൻ പോലും ആ അറ്റോൺമെന്റ് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. മുറിയ ഹൃദയത്തോടെ വ്യക്തിപരമായിട്ട് ഒരു സഭയിൽ നിന്ന് ഒരു സഭ മാറ്റുന്നതല്ല, ഒരു മതത്തിൽ നിന്നൊരു മതം മാറ്റുന്നതല്ല, ഒരു റിലീജിയൻ ഉണ്ടാക്കുന്നതല്ല. നിങ്ങളുടെ വ്യക്തിപരമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ സൃഷ്ടിതാവ്, നിങ്ങളെ ന്യായം വിധിച്ച് നിത്യ നരകത്തിലേറിയവൻ, അർഹത യോഗ്യത സ്ഥാനമുള്ളവൻ, അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ് നിങ്ങൾക്ക് പകരമായിട്ട് ശിക്ഷേറ്റെടുത്തത്. ആ ഒരൊറ്റ സ്നേഹത്തിൽ, ഒരേ ഒരു സ്നേഹത്തിൽ മാത്രം അവരോട് അടുത്താൽ മാത്രമേ പരീക്ഷകളിൽ നിങ്ങൾക്ക് ജയിപ്പാൻ സാധിക്കുകയുള്ളൂ. മറ്റെന്തുകൊണ്ടും നിങ്ങൾ ദൈവത്തോട് അടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവം നിരപ്പാൻ സാധ്യമല്ല. ഓക്കെ, അങ്ങനെ വിശ്വാസത്താൽ എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്? ആ നീതീകരിക്കപ്പെടുന്ന വിശ്വാസം എങ്ങനെയാണ് നമുക്ക് വ്യക്തിപരമായിട്ട് കണക്കിടുന്നത്? ഈ വിഷയത്തിലാണ് ക്രിസ്ത്യൻഡം മുഴുവനും സ്പ്ലിറ്റായി കിടക്കുന്നത്. ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ. ഇത് ശരിക്കും മനസ്സിലാക്കിയാലേ നിങ്ങളുടെ വിശ്വാസം ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടാൻ പറ്റുള്ളൂ. എവിടെയെങ്കിലും നിങ്ങൾക്ക് തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കാൻ കുഴപ്പമില്ല. നിങ്ങൾ തെറ്റായ വിശ്വാസം മുറുകെ പിടിച്ച് അള്ളിപ്പിടിക്കുന്നത് ഒരു കാര്യമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം ശരിയല്ലെന്ന് ദൈവത്തിൻ്റെ ആത്മാ ബോധ്യപ്പെടുത്തി തരുന്നെങ്കിൽ ത്രോ ഇറ്റ് ഔട്ട്. ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിനെ നിങ്ങളുടെ പ്രാണൻ സ്വീകരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ 10-30 വർഷങ്ങൾ വിശ്വാസത്തിൽ തുടർന്നവരായിരിക്കാം. പക്ഷേ നിങ്ങളുടെ വിശ്വാസം ശരിയായതല്ല, വെറും ഇന്റലക്ച്വൽ ഫെയ്ത്ത് മാത്രമാണെങ്കിൽ ബ്രേക്ക് ഇറ്റ് ഔട്ട്, ത്രോ ഇറ്റ് ഔട്ട്. ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവരുമായിട്ട് ഒന്നായി ചേർന്ന് മുന്നേറുവാൻ തീരുമാനം എടുക്കാം. ജസ്റ്റ് ആസ് എ ന്യൂ ബോൺ, ഒരു ശിശുവിനെ പോലെ നിങ്ങൾക്ക് അടുത്ത് വരാൻ സാധിക്കും. ഒരു മിനിറ്റ്, ആരോ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ വളരെ കാര്യമായിട്ട് തന്നെ പറയുന്നത്, സ്തോത്രം, നമ്മുടെ ഇന്റലക്ച്വൽ ഫെയ്ത്ത്, ബുദ്ധിപരമായ ഒരു ഫെയ്ത്തിലാണ് നിങ്ങൾ തുടരുന്നതെന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങൾ കൊണ്ടും ദൈവത്തിന്റെ ആത്മാവ് അത് വെളിപ്പെടുത്തി തരും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, ചില പോരാട്ടങ്ങളിൽ, ചില പ്രതികൂല സാഹചര്യങ്ങളിൽ, ചില ടെംപ്ടേഷൻസിൽ, ചില ദുഷ്ടാത്മാവിന്റെ പോരുകളിൽ നിങ്ങൾ തുടർച്ചയായിട്ട് പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങളെ തള്ളിക്കളയുന്നവരല്ല, നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് നിങ്ങളുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ബുദ്ധിപരമായ ഒരു ഫെയ്ത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിന് സാധ്യമല്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവനെ, ക്രിസ്തു നിങ്ങളുടെ സോളിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് നിങ്ങളുടെ ഓർബിറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുന്നത്, മലയാളത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ ഫ്രീ വില്ലില് നിങ്ങൾ അതിനെ അടിമപ്പെടുത്തി, ശത്രുവിനെ അടിമപ്പെടുത്തി, പാപത്തിന് അടിമപ്പെടുത്തി, അതിന്റെ മോഹങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു കൊണ്ടിരുന്ന ദുഷ്ടനെ വലിച്ചെറിഞ്ഞു കളഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പാപയാഗമായി തുറന്ന് ആ പാതാളത്തിൽ പോയിട്ടുണ്ടോ? നിങ്ങൾക്ക് പകരമായി ശിക്ഷ അനുഭവിച്ച ഉയർത്തെന്നിട്ട് ആ ക്രിസ്തുവിന് നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ സോളിന്റെ ഫുൾ കൺട്രോൾ, നിങ്ങൾക്കുള്ള സകലത്തിന്റെ ഓണർഷിപ്പ് നിങ്ങൾ ജസ്റ്റ് കൈമാറുന്നെങ്കിൽ ആ പുനരുദ്ധാന ശക്തിയോടുകൂടെ കഷ്ടത ഉണ്ടാകില്ലെന്നല്ല, പ്രയാസം ഉണ്ടാകുന്നില്ല, വറവ് ചട്ടിയിൽ നിന്ന് തീയിലേക്ക് വീണ അനുഭവമായിരിക്കും വീണ്ടും ജന്മം പ്രാപിച്ച. നിങ്ങൾക്ക് മലയാളം മനസ്സിലാവുന്നുണ്ടോ? വറവ് ചട്ടിയിൽ നിന്ന് നമ്മുടെ എണ്ണയ്ക്കകത്ത് എന്തുകൊണ്ട് വറക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു കാര്യം എടുത്ത് തീയിലേക്ക് ചാടുകയാണെങ്കിലോ അതിനേക്കാൾ ചൂടേറിയ അവസ്ഥയായിരിക്കും. രക്ഷയിലേക്ക് വരാമെന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇതെല്ലാം ശരിക്കും മനസ്സിലാക്കിയിട്ട് മാത്രം രക്ഷയിലേക്ക് കാൽ വെച്ചാൽ മതി. അല്ലാത്ത അവസ്ഥ എന്താണ് നമ്മളിന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ ആ സ്നേഹത്തില് നിങ്ങളുടെ മേൽ വരേണ്ട ശിക്ഷ, നിങ്ങളുടെ സൃഷ്ടിതാവ്, നിങ്ങളെ ന്യായവിധിക്കാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നവൻ ക്രിസ്തു യേശു തന്നെ നിങ്ങളെ പോലെയുള്ള ശരീരം ഏറ്റെടുത്തുകൊണ്ട് മറ്റാരെയും നോക്കണ്ട, ഒരു ഡിനോമിനേഷൻ നോക്കണ്ട, നിങ്ങളുടെ ശരീരത്തിലേക്കൊന്ന് നോക്കുക, നിങ്ങളുടെ പ്രാണന്റെ മാർഗം നിങ്ങൾക്ക് തരുന്ന തോട്ട്സിലേക്കൊന്ന് നോക്കുക. അതിന്റെ ആട്രിബ്യൂട്ട്സ് പോകുന്നില്ല, നിങ്ങളുടെ ഓർമ്മശക്തി നശിക്കുന്നില്ല, നിങ്ങളുടെ കാഴ്ചശക്തി നശിക്കും. നിങ്ങളുടെ കണ്ണല്ല കാണുന്നത്, നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ കണ്ണിന് ഉപയോഗിച്ചുകൊണ്ട് കാണുന്നത്. ആ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ധനവാന്റെ കാര്യം, ലാസറിന്റെ കാര്യം ഒന്ന് വായിച്ചു നോക്കുക. യാതന സ്ഥലത്ത് കിടക്കുന്ന ധനവാൻ എല്ലാ കാര്യം ഓർമ്മയുണ്ട്. ദൂരത്തില് അബ്രാമിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ കാണാൻ സാധിക്കുന്നുണ്ട്. തന്റെ സഹോദരന്മാരെ കുറിച്ചുള്ള അറിവുണ്ട്. അവർ പാതാളത്തിൽ വരേണ്ടെന്നുള്ള ആഗ്രഹമുണ്ട്.
അത് നമ്മുടെ സോളിന്റെ എല്ലാവിധ ആട്രിബ്യൂട്ട്സോടു കൂടിയാണ് ഈ ശരീരം വിട്ടാലും ആയിരിക്കുന്നത്. ഞാൻ അതെല്ലാം ആഴത്തെ പഠിപ്പിച്ചതാണ്. സ്തോത്രം. നമ്മുടെ സോളിലേക്ക് ഒരു പുതിയ അറിവ് വന്നാൽ ദുഃഖമോ അല്ലെങ്കിൽ സന്തോഷം ആ അറിവിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ഒരു വികാരം നമ്മളിൽ പുറപ്പെടും. എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ ശരീരത്തിലിരിക്കുമ്പോൾ നമുക്ക് സഹിക്കാവുന്നതിനേക്കാളും അധികമായിട്ടുള്ള ദുഃഖം, ഈവൻ സന്തോഷം പോലും വന്നാലും നമ്മൾ ചിലപ്പോൾ അൺകോൺഷ്യസ് ആവും. ഒരു ആക്സിഡന്റ് ഉണ്ടായി, സഹിക്കാവുന്നതിനേക്കാളും വലിയ വേദന വന്നാൽ, ഒരു ഒടിവ് സംഭവിച്ച് കയ്യോ കാലോ ഒടിയുകയോ നട്ടലോ ഒടിയുകയോ അങ്ങനെ മേജറായിട്ട് ഒരു സഹിക്കാവുന്നതിനേക്കാൾ അധികമായ ഒരു വേദന വന്നാൽ ദൈവം തന്നെ ഈ ശരീരത്തിലൊരു പ്രക്രിയ വെച്ചിട്ടുണ്ട്, അൺകോൺഷ്യസ് ആവുന്ന ഒരു അവസ്ഥ. പിന്നെ അറിയില്ല എന്ത് സംഭവിക്കുന്നെന്ന്. ചിലപ്പോൾ ഹോസ്പിറ്റലായിരിക്കും പിന്നെ ബോധം വരുന്നത്, അതിനിടയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയുന്നില്ല. പക്ഷേ ഈ ശരീരം വിട്ടതിന് ശേഷം പുതിയതായി ലഭിക്കാൻ പോകുന്ന ശരീരത്തിന് അൺകോൺഷ്യസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ല. ഇന്ന് നമ്മുടെ ബന്ധുക്കള് പാതാളത്തിൽ കിടക്കുന്നവർക്ക് അൺകോൺഷ്യസ് എന്നൊരു അവസ്ഥയില്ല. സുവിശേഷം നിങ്ങളുടെ മുമ്പിൽ വളരെ വിനീതമായിട്ട് കടന്നു വന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ മുറിവുണ്ടാകുന്നതായിരിക്കാം, നിങ്ങളുടെ കുറവുകൾ വിളിച്ചു പറയുന്നതായിരിക്കാം, നിങ്ങളുടെ വ്യക്തിപരമായ പാപത്തെ വിളിച്ചു പറയുന്നതായിരിക്കാം, നിങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രഷർ ചെയ്യുന്നതായിരിക്കാം. പക്ഷേ നിങ്ങൾ റിജക്ട് ചെയ്ത എത്ര പ്രാവശ്യം റിജക്ട് ചെയ്തു? എന്തുകൊണ്ട് റിജക്ട് ചെയ്തു? ഈ കാര്യം നിങ്ങളുടെ മനസ്സാക്ഷി, നിങ്ങളുടെ മെമ്മറിയിൽ റെക്കോർഡായിട്ട് ഇതെല്ലാം ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തി വരുമ്പോൾ, നിങ്ങളുടെ മൈൻഡിലേക്ക് എല്ലാം ഒരുമിച്ച് ഓർമ്മപ്പെടുമ്പോൾ അതിലുണ്ടാകുന്ന നിരാശ, അതിലുണ്ടാകുന്ന ദുഃഖം അതികഠിനമായിരിക്കും. എന്നാൽ അൺകോൺഷ്യസ് ആവുന്ന അവസ്ഥയില്ല. അതേ സമയത്ത് ഇപ്പോൾ ക്രിസ്തുവിൽ വസിച്ച് ടെമ്പററി ആയിരിക്കുന്ന ഈ പീരീഡിൽ നമുക്ക് അല്പമായ ശരീരവേദനയുണ്ട്, ദുഃഖമുണ്ട്, നിന്ദകളുണ്ട്, പരിഹാസങ്ങളുണ്ട്, ഉപദ്രവങ്ങളുണ്ട്, ശത്രുവിന്റെ പോരാട്ടങ്ങളുണ്ട്, ദുഷ്പ്രവർത്തിക്കാരുടെ നിന്ദകളുണ്ട്, ഈവൻ മരണം വരെയും നമ്മുടെ മുമ്പിൽ വന്നാലും കഷ്ടതയുണ്ട്. പക്ഷേ ക്രിസ്തുവിലാണെങ്കിൽ നമുക്ക് ഇപ്പോഴും വിടുതലുണ്ട്. ഈ ശരീരം വിട്ടതിന് ശേഷം നാം ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുമ്പോൾ ഇനിയും നമുക്ക് അനേകമായിരിക്കുന്ന രക്ഷയുടെ സന്തോഷം. നാം എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? ഇനി ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. പുതിയ നാം എന്ത് ചെയ്യാൻ പോകുന്ന അറിയുന്നില്ല. അങ്ങനെ അനേകമായിരിക്കുന്ന അറിവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അറിവ്. അതാണ് ലേഖനത്തിൽ പറഞ്ഞത്, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടുമില്ല. ഈ ലോകത്തിൽ അല്പമായിരിക്കുന്ന ഭൗതിക നന്മകളല്ല നമുക്ക് വരുവാനുള്ള ആ കാര്യങ്ങള് നമ്മുടെ സോളിലേക്ക്, നമ്മുടെ മൈൻഡിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് ഉളവാകുന്ന സന്തോഷത്തിനും ലിമിറ്റ് ഇല്ല. നിങ്ങളുടെ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവർക്ക്, ക്രിസ്തുവിനെ ഹൃദയത്തെ സ്വീകരിച്ചിരിക്കുന്നവർക്ക് ഉള്ള ആശ്വാസം, സമാധാനം എത്രമാത്രം വലുതെന്ന് അറിയാൻ സാധിക്കും. ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വളരെ താഴ്മയോടുകൂടെ ശത്രുവിന് ഉപദ്രവം ഏറ്റാലും വേണ്ടില്ല നിങ്ങൾക്ക് വരാൻ പോകുന്ന ആ അപത്തിനെ ലഭിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടല്ലോ, ചിന്തിച്ചല്ലോ. നോഹയുടെ പെട്ടകത്തില് ഏകദേശം 120 വർഷത്തോളം നോഹ അനുസരണം കെട്ട ആൾക്കാരോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നു. വലിയ ന്യായവിധി വരാൻ പോവുകയാണ്, ജലപ്രളയം വരാൻ പോവുകയാണ്, ഈ പെട്ടകം പണിതുകൊണ്ടിരിക്കുന്നത്, ഈ പെട്ടകത്തിൽ കയറുന്നവർ രക്ഷ പ്രാപിക്കും എന്ന് രക്ഷയ്ക്ക് വേണ്ടി ലഭിച്ചുകൊണ്ട് പ്രസംഗിച്ചു കൊണ്ടിരുന്നു. പക്ഷേ പണിത ആശാരിമാര് പോലും അതനുസരിച്ചില്ല. വെറും 8 പേർ മാത്രം പെട്ടകത്തിൽ കൂടെ ജലപ്രളയത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. ആ മഴ പൊഴുന്ന അതിശക്തമായ മഴ വന്നു, പെട്ടകം വെള്ളത്തിന് മേൽ പൊങ്ങാൻ തുടങ്ങി. സ്തോത്ര. ആ സമയത്ത് പലരും ഓടി വന്നിരിക്കാം. നാച്ചുറലായിട്ട് നമുക്ക് ചിന്തിച്ചു നോക്കാം. ആ പെട്ടകത്തിൽ കയറിയിരിക്കുന്ന ആയിട്ടുള്ള ആ 8 പേര് താഴോട്ട് നോക്കുമ്പോൾ ഇതുവരെയും പ്രസംഗിട്ട് അനുസരണക്കേട് കാണിച്ച്, അഹങ്കാരം കാണിച്ച്, നിന്ദിച്ച് പരിഹസിച്ച പരിഹാസികൾ വെള്ളത്തിൽ പ്രാണന് വേണ്ടി പടയ്ക്കുന്നത് കാണുകയാണ്. ചെങ്കടൽ കരയിൽ നമ്മൾ കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം. ഫറവോ സൈന്യം അത്രമാത്രം ഉപദ്രവിച്ചവരാണ്. ആ ചോരത്തലയുടെ ഏക ഗുണം കൊണ്ട്, കടന്ന ആരുടെയും ഗുണം കൊണ്ടല്ല, ഇവൻ മോശയുടെ ഗുണം കൊണ്ടുമല്ല, ആ ചോരത്തലി ദൈവത്തിന്റെ ന്യായവിധിക്ക് പരിഹാസം, ഹല്ലേലൂയ, ആശ്വാസം വരുത്തൊക്കെ വേണം, തൃപ്തി വരുത്തതൊക്കെ വേണം, സാറ്റിസ്ഫാക്ഷൻ വരുത്തതൊക്കെ വേണം. മാനവജാതിയുടെ മേൽ വിധിച്ചിരുന്നായിട്ടുള്ള ശിക്ഷയ്ക്ക് പരിഹാരമായിട്ട് വരുവാനുള്ള ലോകത്തിന് പാവം വെക്കുന്ന ദൈവ കുഞ്ഞാട് സ്തോത്രം ഇതുപോലെ അറുക്കാൻപ്പെടാൻ പോകുന്ന കൊണ്ട് വിശ്വാസത്താൽ, അവരുടെ അനുസരണത്താല് ആ ചോരത്തെളി കണ്ണപ്പടിമേലും കുറുമ്പടിമേലും ആ രക്തം തെളിച്ചപ്പോൾ വിശ്വാസത്താൽ, അനുസരണത്താൽ മോശയോട് പറഞ്ഞതുപോലെ അവർ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം അനുസരണത്തിൽ കൂടെ അവർ കാണിച്ചപ്പോൾ സ്തോത്രം ആ ചെങ്കടൽ കരയില് അവരുടെ ഗുണം കൊണ്ടല്ല അവർ പിറപെടുത്തു, മോശയ്ക്കെതിരെ പിറപെടുത്തു. എങ്കിലും ദൈവം മോശയോട് പറഞ്ഞത്, നീ എന്തിനാ എന്നോട് നിലവിളിക്കുന്നേ? നിന്റെ വഴിയെടുത്ത് ചെങ്കടൽ വിഭാഗിക്ക.
നിന്റെ ജനം കടന്നു പോകട്ടെ. കഴുകൻ ചിറകിന്മേൽ വഹിക്കുന്നത് പോലെയാണ് ഏകദേശം 32 ലക്ഷം പേര്. 1-2 പേരല്ല, 32 ലക്ഷം പേര്. അതിന് കുഞ്ഞുങ്ങളുണ്ട്, വാർദ്ധക്യമുള്ളവരുണ്ട്, ഗർഭിണികളുണ്ട്, മുലയൊട്ടുന്നവരുണ്ട്, തീരെ പ്രായത്തിലവരുണ്ട്. ഇവരൊക്കെ ഓടി കടക്കാൻ പറ്റുന്നല്ല ചെങ്കടലിൽ അടിത്തട്ട് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അക്കരെ കടന്നതിന് ശേഷം യഹോവ പറയുന്നത് മോശയോട്, വീണ്ടും ചെങ്കട കടന്നു വരട്ടെ. അതുപോലെ ഫറവോ സൈന്യം ശ്രമിച്ചു നോക്കി. അവിടെ രഥചക്രം ഉഴലുമാറാക്കി ദൈവം ആ വലിയ ന്യായവിധി ചെങ്കടൽ കടന്ന ആ ചോരത്തടി ആചരിച്ച് സ്നാനത്തിന് നീടായിരിക്കുന്ന ചെങ്കടൽ കടന്ന ജനം കാണുന്നത് വലിയ ന്യായവിധിയാ. ഇത് തന്നെയാണ് അതിനേക്കാളും ഘോരമായ ഒരു ന്യായവിധിയിൽ നിന്നും നമ്മെ രക്ഷിക്കാനും നിങ്ങളോട് താഴ്മയോടെ സുവിശേഷം പറയുന്നത്. പരിഹസിച്ചാലും വേണ്ടില്ല, നിന്ദിച്ചാലും വേണ്ടില്ല, തുപ്പിയാലും വേണ്ടില്ല. നിങ്ങളുടെ ആത്മാവ് അനുഭവിക്കാൻ പോകുന്ന ആ യാതൊരു ഓർത്തുകൊണ്ടാണ് നിങ്ങളോട് കെഞ്ചി കെഞ്ചി കെഞ്ചിക്കൊണ്ട്, ഒരു ബെനിഫിറ്റിന് വേണ്ടിയല്ല, ഒരു മതം മാറ്റുവാനല്ല, ഒരു റിലീജിയൻ ഉണ്ടാക്കുവാനല്ല, ഒരു കൂട്ടായ്മ ഉണ്ടാക്കുവാനല്ല, വല്ലവിധേനും നിങ്ങളുടെ സോളിനെ അനിത്യമായ നരകത്തിൽ രക്ഷിപ്പാനേക്കൊണ്ട് നിങ്ങളുടെ അരുമനാഥൻ, നിങ്ങളുടെ ന്യായം വിധിക്കുന്നവർ, നിങ്ങളുടെ സൃഷ്ടിതാവ് തന്നെ. നിങ്ങൾക്ക് അതിനകത്ത് എസ്കേപ്പ് ഇല്ല. ഒരു മനുഷ്യരാണെങ്കിൽ നിങ്ങൾ ആ ന്യായാസനത്തിന്റെ മുമ്പിൽ ഒരു നാൾ നിന്നേ പറ്റുള്ളൂ. ഇന്ന് ന്യായാസനമാണ്, ഇനി വരുവാനുള്ള ന്യായാസനമല്ല. ഇന്ന് കൃപാസനമാണ്, ഇന്ന് കൃപാസനമാണ്, ഇനി വരുവാനുള്ളത് ന്യായാസനമാണ്. അവിടെ ന്യായവിധിയേ ഉള്ളൂ. ഇന്ന് കൃപാസനമാ. കൃപയുടെ നദിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, സ്നേഹത്തിന്റെ നദിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ന് കൃപാസനം, അത് ഈ വരാൻ പോകുന്നത് ന്യായാസനമാണ്. അവിടെ ജഡ്ജ്മെന്റേ ഉള്ളൂ. അവിടെ കൃപയ്ക്ക് വിലയില്ല. താകർത്താന്ന് കേട്ട് കഴിഞ്ഞ കൃപയ്ക്ക് വിലയില്ല. പിന്നെ കൃപ കൊണ്ടല്ല രക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആ കാൽവരി ക്രൂശിന്റെ മുമ്പിൽ, അതാണ് നമ്മൾ സമാഗമന കൂടാരത്തില് നിരന്തരമായി കത്തിക്കൊണ്ടിരിക്കുന്ന യാഗപീഠത്തിലേക്ക് നോക്കുന്നത്. മാനവജാതിയുടെ മേല് എന്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു പറഞ്ഞ പുത്രന്റെ മേല് 53-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് പ്രസാദം തോന്നി. ആ ക്രോധമാണ് അവിടെ കാണുന്നത്. സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവർക്ക് ഹല്ലേലൂയ സൗജന്യമായ നീതീകരണം കിട്ടുമ്പോൾ, രക്ഷിക്കപ്പെടാത്തവർ ക്രിസ്തുവിനെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് അവനുമായിട്ട് അനുസരണത്തിൽ ഒന്നു വരാത്തവർ, അതാണ് പത്രോസ് തന്നെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിച്ചുവെങ്കിൽ സുവിശേഷം അനുസരിക്കാത്തവരുടെ ഗതി എന്താകും? സുവിശേഷം കേൾക്കാത്തവരെയല്ല, സുവിശേഷം അനുസരിക്കാത്തവരുടെ ഗതി എന്താകും? ഇറ്റ്സ് എ ടഫ് ജേർണി. ലളിതമായ ഒരു കാര്യമല്ല. സുവിശേഷം അനുസരിച്ചേ മതിയാകുള്ളൂ. അതിന്റെ ഫസ്റ്റ് ഒബീഡിയൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനം. നിങ്ങൾ ക്രിസ്തുവിനോട് ഒന്നായി ചേർന്നുകൊണ്ട് അവനുമായിട്ട് അനുസരണത്തിൽ ഒന്നാകാം. അവന് കിട്ടുന്ന സൗജന്യമായ നീതീകരണം സ്വീകരിപ്പാൻ തയ്യാറാണ്. എനിക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി ഞാൻ ജീവനും വെക്കാൻ തയ്യാറാണ്. അല്ലാതെ എനിക്ക് വേറെ വഴിയില്ലെന്ന് മനസ്സിലാകുന്നെങ്കിൽ ഈ നിമിഷം നിങ്ങളുടെ ഹൃദയത്തിൽ ഉയർത്തെഴുന്നേറ്റാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുക. സ്വീകരിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒബീഡിയൻസ് ആണ് അവരോട് ചേരുന്നിട്ടുള്ള പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനം. ഹല്ലേലൂയ. ഞാൻ ചെറിയ സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം പറഞ്ഞോട്ടെ. ഏത് തോട്ടത്തിൽ വെച്ച് ദൈവം കൊടുത്തിരുന്ന കൽപ്പന ലംഘിച്ചവനായ ആദാം, ലംഘിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ അവൻ നല്ലവണ്ണം അറിയാം. ശരിക്കും മനസ്സിലാക്കണം. ദൈവത്തിന്റെ തേജസ് അവന് വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇത് പൂർണ്ണമായി അവന്റെ സോളില്, അവന്റെ മൈൻഡിലേക്ക് ദൈവഗീതം കടത്തി വന്നിട്ട് ആ ഇൻട്യൂഷൻ കടന്നു വന്ന് അവന്റെ വില്ലില് അവന്റെ സ്തോത്രം അവനത് ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അവനിൽ വസിച്ചുകൊണ്ട് ദൈവം സ്വർഗത്തിന് ഭൂമിയിൽ സകല അധികാരം നടത്തിക്കൊണ്ടിരുന്നു. ആകാശത്തിലെ പർവ്വജാതിന്മേല്, സമുദ്രത്തിലെ മത്സ്യത്തിന്മേല്, സകല ചന്ദ്രാചരത്തിന്മേലും ഭരണം നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് അവൻ മറ്റു സൃഷ്ടികൾക്കെല്ലാം പേരിട്ടത്. അവൻ പേരിട്ടതെല്ലാം അങ്ങനെ തന്നെയായി. ദൈവത്തിന്റെ ജ്ഞാനം അവന് കൂടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ശരിയായ അവസ്ഥ നല്ലവണ്ണം അറിയുന്നവൻ, എന്നാൽ മോഹം ഗർഭം ധരിച്ചു പാപം ചെയ്ത് ദൈവ തേജസ് അവന് വിട്ടുപോയി. ഏതത്തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട കാര്യം അവന് മനസ്സിലായി. രണ്ട് ഡിഫറൻസ് നല്ലവണ്ണം അറിയുന്ന ഒരു വ്യക്തിയാണ് ആദാം. അവന്റെ മുമ്പിൽ ദൈവം വന്ന് ചോദിക്കുകയാണ്, ആദാം നീ എവിടെ? അവൻ ഉത്തരം പറഞ്ഞു. ഞാനൊരു ക്വസ്റ്റ്യൻ ഇടുകയാണ്. ഫോർ എക്സാമ്പിൾ, ദൈവം പറയാണ് ഉടനെ, നീ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ നിനക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ
ആദ്യം പറയുമായിരുന്നു, ഞാൻ എന്നെ ജനിച്ച സമയത്ത് എൻ്റെ മാതാപിതാക്കന്മാർ എന്നെ ശിശു സ്നാനം നടത്തിയതാണ്, ഞാൻ ഇന്ന മതത്തിൽ സ്നാനപ്പെട്ടതാണ്, ഞാൻ ഇന്ന രീതിയിലൊക്കെ ന്യായീകരിക്കാൻ നോക്കി നടക്കും. ഞാൻ ആദാമിനെ വല്ലതും പറയാനുണ്ടോ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ആദാമിന്റെ അടുത്ത് കടന്നു വന്ന് ദൈവം പറയാണ്, ആദാം നീ എവിടെ? ഒരുത്തരം പറഞ്ഞു. ഉടനെ പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ വൃക്ഷഫലം നീ തിന്നുവോ? നീ എന്നോട് കൂടി തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു. ഉടനെ ദൈവം പറയാണ്, ഈ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ സാധ്യമല്ല. ആദാമിന് രണ്ടവസ്ഥ അറിയാം. പെർഫെക്റ്റ് ആയിരിക്കുന്ന അവസ്ഥ അറിയാം, ഇപ്പോഴത്തെ ഇംപെർഫെക്ഷൻ അവസ്ഥ അറിയാം. വിശുദ്ധനായിരുന്ന അവസ്ഥയും അറിയാം, ഇപ്പോൾ അശുദ്ധനായെന്ന് എണ്ണിക്കൊണ്ട് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് അവസ്ഥയും അറിയാം. ദൈവ തേജസ് തന്നിൽ വസിച്ചിരുന്ന അവസ്ഥയും അറിയാം, ഇപ്പോൾ ദൈവ തേജസ് തന്നിൽ ഇല്ല. ലജ്ജ കടന്നു വന്നിരിക്കുന്നു, നഗ്നത വെളിപ്പെട്ട് വന്നിരിക്കുന്നു, ഭയം കടന്നു വന്നിരിക്കുന്നു. അതിപരിശുദ്ധരായ ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ കഴിയാതെ അത്തിയിലെ കൂട്ടി തന്നെ ഇരിക്കുന്നു. ഈ ആദാം പറയുമായിരുന്നു, ഞാൻ ശിശു സ്നാനപ്പെട്ടതാണ്. ഈ ആദാം പറയുന്നു, എന്റെ ഡിനോമിനേഷൻ വിട്ടുപോലെ എനിക്ക് തടസ്സമുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ ലോകത്തിലെ ഇവരെ ചിന്തകളും ഇവരും പറയുമായിരുന്നു. ആദാം നല്ല പെർഫെക്റ്റ് ആയിട്ട് അറിയാം. നമ്മുടെ കുഴപ്പം എന്നറിയോ? നമുക്ക് പെർഫെക്റ്റ് ആയിരിക്കുന്ന അവസ്ഥയെ കുറിച്ചുള്ള ബോധ്യമില്ല. ഇതിന്റെ ബോധ്യം വരുത്തുവാനാണ് ക്രിസ്തു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വസിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്നത്. അവൻ പൂർണ്ണ അനുസരണമുള്ളവനായിക്കൊണ്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് മാനവജാതിക്ക് പകരക്കാരനായ പിതാവിന്റെ ഹിതം ക്രൂശിൽ നിവർത്തിച്ചപ്പോൾ മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ സാധ്യമല്ലായിരുന്നു. ആ ദൈവത്തെ അവന് കടന്നു വന്ന് അവരെ മരിച്ചോടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് മഹിമയുടെ വലതുഭാഗത്ത് ഒരേ സിംഹാസനത്തിൽ ഇരിപ്പാൻ യോഗ്യനാക്കി. ദാറ്റ് മീൻസ് there is no corruption in him. ഇതേ സിംഹാസനമാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിന്റെ പുതിയ നിയമ വിശ്വാസികൾക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ, വേറെ സിംഹാസനമല്ല, എന്റെ സിംഹാസനത്തിൽ ഇപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. അല്ലാതെ വേറൊരു ഇടമില്ല അവിടെ. അതിന് എല്ലാം തന്നെ ഓഫർ, ഫ്രീ ഓഫറാണ്. ജീവനും ഭക്തിക്കും വേണ്ടത് ഒക്കെയും ദാനമാണ്. 2 Peter 1:3. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓഫർ ആണെങ്കിൽ ജയിക്കുന്നവൻ ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഈ ഭൂമിയിൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ളത്, നിങ്ങളുടെ പ്രാണന് ആവശ്യമുള്ളത്, നിങ്ങളുടെ ആത്മാവിന് ആവശ്യമുള്ളത് എല്ലാം തന്നെ ക്രിസ്തുവിൽ ഫ്രീ ഓഫറാണ്. നിങ്ങൾ ആരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ആവശ്യമില്ല. ഞാനിത് അനുഭവിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങളോട് കെഞ്ചുവാണ്. രക്ഷ എന്ന് പറയുന്നത് അത്ര വലുതാണ്. ക്രിസ്തുമായിട്ട് അനുസരണത്തിൽ തുടരേണ്ടതായ വിഷയമാണ്. വില കൊടുക്കേണ്ടി വരും. മരണ മുഖാമുഖം വന്നാലും നോ ഇഷ്യൂ. ഈ കൂടാരത്തിലിരിക്കുന്ന ഞാൻ തന്നെയാണ് ഈ കൂടാരം വിട്ടാലും ഉള്ളത്, വേറെ ആളല്ല. സ്തോത്രം. അതുകൊണ്ട് ഞാൻ സ്നാനത്തെ കുറിച്ച് പ്രസംഗിക്കാനല്ല, ക്രിസ്തുവിന്റെ നീതി, ക്രൂശിൽ ജയിച്ച നീതി നിങ്ങൾക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടും? ഹിസ്റ്റോറിക്കൽ നോളജ് കണ്ട് കിട്ടില്ല, ക്രിസ്തുവിനെ ചരിത്രപരമായി വിശ്വസിച്ചുകൊണ്ട് കിട്ടുകയില്ല. യു ഹാവ് ടു ഡു സംതിങ്. അപ്പൊ പറയും ഇത് ഫിനിഷ്ഡ് വർക്ക് അല്ലയോ? യെസ്, ഫിനിഷ്ഡ് വർക്കാണ്. നിന്റെ പേര് വരേണ്ട ന്യായവിധിക്ക് ആവശ്യമായ കാര്യങ്ങൾ ഫിനിഷ് ചെയ്തു. വിശ്വസിക്കേണ്ടത് നിന്റെ ഡ്യൂട്ടി അല്ലയോ? വിശ്വാസം പ്രവൃത്തിയിൽ കാണിക്കേണ്ടത് നിന്റെ ഡ്യൂട്ടി അല്ലയോ? ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ഇന്റലക്ച്വൽ ഫെയ്ത്ത് ആണ് ഇതുവരെയും പിടിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ ബ്രേക്ക് ഇറ്റ് ഔട്ട്, ത്രോ ഇറ്റ് ഔട്ട്. ലോർഡ്, അനേക നാളുകൾ ഞാൻ പിന്തുടർന്നു. ഇപ്പോൾ ഇതാ എനിക്ക് മനസ്സിലായി എൻ്റെ വിശ്വാസം ശരിയല്ല, ഞാൻ തന്നെ ഇതിനെ ഉടച്ചു കളയ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് നല്ല പരിചയമുള്ള കുശവനാണ്. അവൻ ചക്രത്ത് വേല ചെയ്തുകൊണ്ടിരിക്കാൻ നെരമ്യാവ് പറഞ്ഞു വെച്ച് പഠിപ്പിക്കുകയാണ്. കുശവൻ നല്ല എക്സ്പെർട്ട് കുശവനാണ്. അവനറിയാം നല്ല ഭാവനയോട് കൂടിയാണ് ചക്രത്തിന്റെ പണി ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്ന് ചീത്തയായി പോയി. ആ കളിമണ്ണായിരിക്കുന്ന അവസ്ഥയിൽ എന്ത് ചെയ്തു? അവൻ അതിന് വേറൊരു പാത്രമാക്കി രൂപാന്തരപ്പെടുത്തിയെടുത്തു. പക്ഷെ അതേ കളിമണ്ണ് കുറച്ചുകൂടി ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സാധ്യമല്ല. ഹൃദയം കഠിനപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങളെ കൺവിക്ട് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് വളരെ താഴ്മയോടെ പറയാണ്, ഒരു മതത്തിൽ ചേരുവാനല്ല, ഒരു റിലീജിയൻ ചേരുവാനല്ല, നിങ്ങളെ ന്യായവിധിക്കുവാൻ അധികാരമുള്ളവനാണ് നിങ്ങൾക്ക് പകരമായിട്ട് യാഗമായി തുറന്നത്. ജസ്റ്റ് ഹാൻഡ് ഓവർ യുവർ ഓണർഷിപ്പ്. ലോർഡ്, യു ഡൈഡ് ഫോർ മീ.
ഉയർത്തെഴുന്നേറ്റവനായി നിന്നെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കുന്നു. എൻ്റെ എല്ലാത്തിനും നിയന്ത്രണം ഞാൻ നിനക്ക് ഏൽപ്പിച്ചിരുന്നു. യു ആർ മൈ ലവ്, യു ആർ മൈ ലോർഡ്, യു ആർ മൈ സാൽവേഷൻ, യു ആർ മൈ റിഡംഷൻ, യു ആർ മൈ വിസ്ഡം. ഒന്ന് അനുഭവിച്ച് കൊടുത്തു നോക്ക്. ഇതെല്ലാം വളരെ അനുഭവിച്ചിട്ടാണ് പറയുന്നത്, വളരെ അനുഭവിച്ചിട്ടാണ് പറയുന്നത്. സ്തോത്രം. അപ്പൊ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ ഈ വിശ്വാസം നമുക്ക് ഇമ്പ്യൂട്ട് ചെയ്യുന്നു. നമ്മൾ വിശ്വസിച്ചു, എങ്ങനെയാണ് ഇമ്പ്യൂട്ട് ചെയ്യുന്നത്? അതിന്റെ ഫസ്റ്റ് ഒബീഡിയൻസ് ആണ് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനം. ഞാൻ വീണ്ടും പറയുന്നത്, ആദാമിനോട് തോട്ടത്തിൽ ഇറങ്ങി വന്നിട്ട് ദൈവം ചോദിക്കുകയാണ്, എന്തു സംഭവിച്ചു? തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ വൃക്ഷഫലം നീ തിന്നുവോ? വളരെ സ്പെസിഫിക് ആയിട്ട് അവനെ കൺവിക്ട് ചെയ്തു. യെസ്, കുറ്റം ദൈവത്തിനാണ്, നീ അല്ലേ സ്ത്രീ എനിക്ക് തന്നത്. അവിടെ കുറ്റം സമ്മതിക്കാത്ത സ്വഭാവമാണ് മനുഷ്യൻ്റെത്. നമ്മുടെ നേച്ചർ അങ്ങനെയാണ്. നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് തെറ്റു പറ്റിയിട്ട് നിങ്ങൾ എപ്പോൾ സെൽഫ് റൈഷ്യസ്നെസ്, നിങ്ങളെ തന്നെ നീതീകരിക്കുന്നുണ്ടെങ്കിൽ, യെസ്, യു ആർ ഇൻ ദാറ്റ് സ്റ്റേജ് ഓൺലി. നിങ്ങളിൽ ആ പഴയ ആദാമ്യ മനുഷ്യൻ ഇപ്പോൾ ജീവിക്കുകയാണ്. അവന്റെ ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപമാണ് നിങ്ങളെ ഭരിക്കുന്നത്. അത് പിതാവിനുള്ളതല്ല, ഈ ലോകത്തിലെ സേറ്റാൻ എന്നുള്ളതാണ്. ഇഫ് യു ആർ ജസ്റ്റിഫൈ യുവർ സെൽഫ്, ആദാം അങ്ങനെയല്ലേ ചെയ്തത്. വീണവന്റെ സ്വഭാവമാണ് സെൽഫ് റൈഷ്യസ്നെസ്. ത്രോ ഇറ്റ് ഔട്ട്. ലോർഡ്, ഐ ആം എ സിന്നർ, ഐ ആം എ സിന്നർ. നിങ്ങൾക്ക് മനസ്സിലാകാത്ത വിധത്തിൽ ലാംഗ്വേജ് സംസാരിക്കുകയാണ്. അതേൽപ്പിച്ചു കൊടുത്താൽ, വളരെ സ്നേഹത്തോടെ നിങ്ങളെ കൈക്കൊണ്ട്, വളരെ സ്നേഹത്തോടെ കൈക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സ്വർഗീയ ദൂതന്മാർ തരികയാണ്. മരണം പോലെ നിങ്ങളുടെ മുമ്പിൽ വന്ന് വിറയ്ക്കും. എത്രയോ പ്രാവശ്യം ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. ഈ വീക്കിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. കാരണം മരണത്തിൽ നമ്മൾ പാടിപ്പാട്ടതാണ്, മരണത്തെ ജയിച്ചവനാണ് നമ്മുടെ വസിക്കുന്നത്. വേണ്ട സമയത്ത് അവൻ തന്നെ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഇനി അതിനെക്കുറിച്ച് ആഴത്തിൽ ഇനി പോണേ ചിന്തിക്കുന്നില്ല. ഇനി നമുക്ക് ഇന്നൊരു കാര്യം ചിന്തിക്കാനുള്ളത്, സ്തോത്രം, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ നീതി വിശ്വാസികൾ സ്വീകരിക്കുന്നതിന്റെ പ്രയോജനങ്ങൾ, അല്ലെങ്കിൽ the benefit of receiving the righteousness of Christ by the believer. The benefits of receiving the righteousness of Christ by the believer. ഇന്നിവിടെ ഒരു പള്ളി പെരുന്നാൾ നടക്കണം. അതിന്റെ വെടിക്കെട്ട കേൾക്കുന്നത് വലിയ ഉത്സവമാണ്. അതവിടെ നടക്കട്ടെ. സ്തോത്രം. അവരത് ആഘോഷിക്കുമ്പോൾ നമ്മൾ വരുവാനുള്ളതിനെ കുറിച്ച് ആഘോഷിക്കുന്നു. സ്തോത്രം. ഇതിനാണ് നിങ്ങൾ, കാരണം ഇനി നാം റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ കുറച്ച് ടഫായിരിക്കുന്ന വിഷയങ്ങളുണ്ട്. ഈ 5-ാം അധ്യായത്തിൽ തന്നെ ഒരു കാര്യമുണ്ട്. ഞാൻ ചെറിയ സൂചന ഇന്ന് തരാം. കാരണം വിശ്വാസത്തിന്റെ നീതി നമ്മൾക്ക് കണക്കിടണമെങ്കിൽ നമ്മളിൽ കൂടെ ചില പ്രവൃത്തികൾ ചെയ്യേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയിൽ കൂടെയുള്ള നീതീകരണമല്ല, വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ. അതിലെ ഫസ്റ്റ് ഒബീഡിയൻസ് ആണ് വിശ്വാസ സ്നാനം. ഞാൻ വീണ്ടും പറയുന്നു, ആദാമിന്റെ അടുത്ത് വന്ന് ദൈവം പറയുകയാണ്, നീ വെള്ളത്താലും ആത്മാവിനാലും ചരിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ നിനക്ക് സാധ്യമല്ല. ദൈവരാജ്യത്തിൽ വസിച്ചതിന്റെ എല്ലാ ബെനിഫിറ്റ് അറിയുന്നവനാണ് ആദാം. അവനോട് നെടുമ്പാട് വീണ് പറയുമായിരുന്നു, എന്റെ ദൈവമേ, എനിക്ക് നഷ്ടപ്പെട്ടത് എന്താ എനിക്ക് മനസ്സിലായി. ഐ എം റെഡി. വെള്ളം എവിടെ? ഷണ്ണം ചോദിച്ചതുപോലെ ഇതാണ്ട് വെള്ളം. സ്നാനത്തെ തടസ്സം നിൽക്കുന്ന ആരാ ഉള്ളത്? നിങ്ങൾക്ക് ആ വരുവാനുള്ള ന്യായവിധിയുടെ കൺവിക്ഷൻ കിട്ടിയിട്ടില്ല. ഏൽപ്പിച്ചു കൊടുക്കുക. ലോർഡ്, ലോർഡ്. സോളിൽ ഇത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിറയ്ക്കും. അത് പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തുവാൻ തക്ക വേണം നിങ്ങൾ യോഗ്യരായിട്ടില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നില്ലെന്നേ ഉള്ളൂ. ശത്രുവിന്റെ ഘോരത്തെ നിങ്ങളുടെ സോളിലേക്ക് ഒന്ന് വെളിപ്പെടുത്തിയാൽ വിറയ്ക്കും. നിങ്ങൾ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സ്നേഹത്തോടെ നിങ്ങളോട് സംസാരിക്കുകയാണ്. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ വിശ്വസിച്ചിട്ട് ക്രിസ്തുവിന്റെ നീതി നമുക്ക് സൗജന്യമായി നമ്മുടെ സോളിലേക്ക് ഇമ്പ്യൂട്ട് ചെയ്താൽ, അതിന്റെ ഫസ്റ്റ് ഒബീഡിയൻസ് ആയിരിക്കുന്ന പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം നമ്മൾ പ്രവൃത്തിയിൽ കൂടെ സിഗ്നിഫൈ ചെയ്താൽ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പോലെ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ക്രിസ്തുവിൽ വീണ്ടും ജന്മം പ്രാപിക്കാത്ത ഒരു വ്യക്തിയിൽ ദൈവക്രോധമേ വസിക്കുന്നുള്ളൂ. അതിന്റെ എക്സാമ്പിൾ ആണ് ലൂസിഫറിന്റെ മേൽ ദൈവം വെളിപ്പെടുത്തിയത്. ലൂസിഫർ ദൈവത്തിന്റെ ഭരണകാര്യങ്ങൾ അഡ്മിനിസ്ട്രേഷൻ നടത്തിക്കൊണ്ടിരുന്ന അഭിഷക്തനായിരുന്ന ആയിരുന്നെന്നാണ് സ്തോത്രം എസെക്കിയേൽ പ്രവചന പുസ്തകം 28-ാം അധ്യായത്തിൽ വിശദമായിട്ട് പറയുന്നത്.
അവനെന്ത് സംഭവിച്ചു എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ യൂട്യൂബിൽ ചാനലിൽ തന്നെ സേറ്റാൻ, ദ കിങ്ഡം ഓഫ് സേറ്റാൻ എന്ന് പറഞ്ഞുകൊണ്ട് 2-3 ക്ലാസ്സുകളുണ്ട്. അവിടെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കാം. സ്തോത്രം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അതുവരെയും ദൈവക്രോധമേ നമ്മുടെ മുമ്പിൽ വസിക്കുകയുള്ളൂ. അതാണ് ക്രൂശിൽ വെളിപ്പെടുത്തിയത്. If you accept Christ, you will be saved. If you don't accept Christ, just look at the cross. സ്വന്തം പുത്രന്റെ മേൽ ചൊരിഞ്ഞ ക്രോധാഗ്നി അവരെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് പ്രസാദം തോന്നി. അവന്റെ പ്രാണമാത്മ പാതാളത്ത് പോകുന്ന കണ്ടുകൊണ്ട് എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തെന്ന് അത്യുറ്റച്ച് നിലവിളിക്കുകയാണ്. സാധാരണ വിശുദ്ധന്മാര് ഈ ശരീരം വിടുമ്പോൾ സ്വന്തം ഭവനത്തിലേക്ക് പോകുന്നുള്ള സംതൃപ്തിയോടുകൂടെ ജീവിച്ചിരിക്കുന്നവരെ ആശ്വാസപ്പെടുത്തിക്കൊണ്ട് യെസ് ഞാൻ എന്റെ ഭവനത്തിലേക്ക് പോകുന്നവരെ പാട്ടുപാടിക്കൊണ്ടാണ് പോകുന്നത്. ജോൺ ലസ്, ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ കർത്താവ് ശരീരം വിടുമ്പോൾ അയ്യം വിളിക്കുകയാണ് ചെയ്തത്. അതിനാ വിളിക്കാൻ പോകുന്നവനെ അറിയാം. ആ കൈവിടുന്നതിന്റെ എറ്റേണൽ സെപ്പറേഷന്റെ അനുഭവം അറിഞ്ഞു മനസ്സിലാക്കി സോളി അനുഭവിച്ചിട്ടാണ് പറയുന്നത്, എന്റെ ദൈവമേ, എന്റെ ദൈവം, നീ എന്നെ കൈവിട്ടതെന്ത്. 16-ാം സങ്കീർത്തനത്തിൽ ദാവീദിന് അത് വെളിപ്പെടുത്തിക്കൊണ്ട് ദാവീദ് വിളിച്ചു. 18-ാം സങ്കീർത്തനത്തിൽ അത് വെളിപ്പെടുത്തി ദാവീദ് വിളിച്ചു പറഞ്ഞു, മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഹാദ പ്രവാഹങ്ങൾ എന്നെ പ്രേമിപ്പിച്ചു, പാതാള പാശങ്ങൾ എന്നെ തുടർന്ന് പിടിച്ചു. ഇതിന്റെ അനുഭവം നമുക്ക് അനുഭവിച്ചറിയാം. മരണപാശങ്ങൾ നമ്മൾ ചുറ്റുന്നത് എങ്ങനെയാണ്, പാതാള വേദനകൾ എങ്ങനെയാണ് ഞാൻ അനുഭവിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾക്കും അനുഭവിക്കാം. ഏൽപ്പിച്ചു കൊടുത്താൽ വില കൊടുക്കേണ്ടി വരും. നമ്മുടെ കഴിവുകൊണ്ടല്ല, ബൈ ഗ്രേസ്, ബൈ ഗ്രേസ്, അബണ്ടന്റ് ഗ്രേസ്. കർത്താവിന് വേണ്ടി വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരാത്മാവിന് വേണ്ടിയെങ്കിലും അവന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ഉപരി വിപ്ലവത്തോടെ പറയണ്ട, പെട്ടെന്ന് ഇമോഷനിൽ പറയണ്ട, കർത്താവേ ഐ ആം വെരി വീക്ക്, ഐ ആം വീക്ക്, എന്നെ കൊണ്ട് സാധ്യമല്ല, പക്ഷെ യു ക്യാൻ ഡു. ഞാൻ അങ്ങനെ പറയാറ്, യു ക്യാൻ ഡു. അപ്പോൾ വിശ്വാസത്തെ നീതീകരിക്കപ്പെട്ടിട്ട് അതുവരെ നമ്മുടെ മേൽ ദൈവ ക്രോധാഗ്നിയായിരുന്നെങ്കിൽ ദൈവത്തോട് സമാധാനമാണ്. ഈ സമാധാനം എങ്ങനെയാണ് കൈവരിക്കുന്നുള്ള കാര്യമാണ് എഫേസ്യ ലേഖനം, സ്തോത്രം, 2-ാം അധ്യായത്തിന്റെ നമുക്കൊന്ന് വായിക്കാം. എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 13 തുടങ്ങി വായിക്കുകയാണ്. എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 13 തുടങ്ങി, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായിരുന്നു. അതിക്ക് മുമ്പ് ഈ ദൂരസ്ഥരായിരിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് ദൈവത്തിന്റെ ആത്മാവ് അപ്പോസ്തലൻ പൗലോസിൽ കൂടെ എന്താണ് പറയുന്നതെന്ന് ശരിക്കും ആദ്യം മനസ്സിലാക്കുക. പലരും ഞാൻ ഇന്ന സഭയാണ്, ഇന്ന കുടുംബത്തിൽ ജനിച്ചതാണ്, ഇന്ന രീതിയിലായിരുന്നു, ഇങ്ങനെയൊക്കെ പലരും ക്ലെയിം ചെയ്യാറുണ്ട്. ക്രിസ്തുവിൽ സൗജന്യമായി നീതീകരണം പ്രാപിക്കാത്ത ഒരു വ്യക്തിയെ കുറിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാനവജാതിക്ക് വേണ്ടി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ വായിക്കുന്നത്. ആകയാൽ നിങ്ങൾ മുമ്പേ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ആകുന്നതിന് മുമ്പ് എഫേസ്യ സഭയോട് പറയുകയാണ്, മുമ്പേ പ്രകൃതിയാൽ ബൈ നേച്ചർ ജാതികളായിരുന്നു. യാക്കോബിന്റെ 12 ഗോത്രത്തിൽപ്പെട്ടവരെല്ലാം എന്നോട് കേൾക്കുന്നത് ഇപ്പോൾ ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റു പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ നിങ്ങളെ അഗ്രചർമ്മികൾ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ശിശുസ്നാനമേറ്റവരായിരുന്നാലും ഓർത്തഡോക്സിലായിരുന്നാലും മൂത്ത കത്തോലിക്കലായാലും മാർത്തോമയായിരുന്നാലും ഇവാഞ്ചലിക്കലായാലും പെന്തിക്കോസ്തുകാരനായിരുന്നാലും നീ ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിക്കാത്തവരാണെങ്കിൽ നിന്നെ വിളിക്കുന്ന പേരാണ് ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും, ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു. ക്രിസ്തുവിൽ സൗജന്യ നീതീകരണം വിശ്വാസത്താൽ പ്രാപിക്കാത്ത ഒരു വ്യക്തിയെ കുറിച്ചുകൊണ്ട് നിങ്ങളെ ന്യായം വിധിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ പറയാണ്, ക്രിസ്തുവിനെ കൂടാതെയുള്ളവര്. ഒരുപക്ഷെ നിങ്ങളെ പെന്തിക്കോസ്ത് കുടുംബത്തില് പാസ്റ്റർമാരുടെ കുടുംബത്തിൽ പാസ്റ്റർമാരുടെ മക്കളായിട്ട് ജനിച്ചവരായിരിക്കാം. പക്ഷേ വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിക്കാത്തോളം നിങ്ങളെ കുറിച്ച് വ്യക്തിപരമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ക്രിസ്തുവിനെ കൂടാതെയുള്ളവര്, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവര്, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യൊരു പരദേശവും പ്രത്യാശയില്ലാത്തവരും, ലോകത്തിൽ ദൈവമില്ലാത്തവരും. ഇതാണ് അവസ്ഥ. ശരിക്കും മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയിട്ട് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു,
യേശു നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു, അല്ലെങ്കിൽ എന്താണ് വരാൻ പോകുന്നത് ശരിക്കും മനസ്സിലാക്കുക. എന്നിട്ട് വേണമെങ്കിൽ മതി, നിർബന്ധമൊന്നുമില്ല. ദൈവസ്നേഹം ഞങ്ങളെ നിർബന്ധിക്കൊണ്ട് വിളിച്ചു പറയുകയാണ്, ഓൺലി വേ. എന്നിട്ട് പറയുകയാണ്, എങ്ങനെയാണ് നിങ്ങളെ ദൈവത്തോട് സമാധാനമുള്ളവരാക്കി തീർത്തത്, എങ്ങനെയാണ് റീകൺസൈൽ ചെയ്തത്. ഇതറിയുമ്പോഴാണ് നമ്മൾ ആ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാകുന്നത്. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ദൈവമായിട്ട് ശത്രുത്വത്തിൽ നിന്ന് വായിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നു യഹൂദന്മാരും ജാതികളും തമ്മിലുള്ള ഇടർച്ച മാറ്റി എന്നാണ്. ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാകും. അവൻ ഇരുപക്ഷത്തെയും, എന്നാൽ ഒരു പക്ഷത്ത് ദൈവം, ഒരു പക്ഷത്ത് മാനവജാതി. മീഡിയേറ്റർ ആയിട്ട് ആര് വന്നു? ദ ഓൺലി മീഡിയേറ്റർ. ദൈവത്തിൽ മനുഷ്യർക്കിടയിൽ ഏക മധ്യസ്ഥൻ, എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ മറുവിലായി തീർന്ന മനുഷ്യരായ ക്രിസ്തുവേശു. ഡിവൈൻ ലോ മാനവജാതിയെ കുറിച്ച് നീ മരണയോഗ്യ എന്ന് പറഞ്ഞുകൊണ്ട് നാം റോമാലേഖനം 7-ാം അധ്യായം ചിന്തിച്ചതാണ്. നിരന്തരമായിട്ട് കുറ്റം ചുമത്തിക്കൊണ്ട് സ്ത്രീ, ഭാര്യയാവുന്ന സ്ത്രീ പല രീതിയിലും അടുക്കാൻ നോക്കുമ്പോൾ, നോ വേ, നിന്റെ സെൽഫിന്റെ സാറ്റിസ്ഫാക്ഷന്, നിന്റെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ, നിന്റെ ആരോഗ്യം, നിന്റെ വിദ്യാഭ്യാസം, നിന്റെ കാര്യങ്ങള്, ഇന്ന കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി മാത്രം ദൈവത്തോട് അടുക്കുന്ന നിനക്ക് എന്നോട് സ്നേഹമില്ല, നീ ഡിവൈൻ ലോ അനുസരിക്കാൻ തയ്യാറാകുന്നില്ല, നിന്നിലുള്ളത് ഡിസ്ഇൻട്രസ്റ്റഡ് ലവ് അല്ല, സെൽഫ് ആണ് എന്നും നിരന്തരമായി കുറ്റം ചുമത്തുകയും മരണം വിളിച്ചു പറയും ചെയ്യുമ്പോൾ അവസാനം ആയുധം വെച്ചുകൊണ്ട് മരണത്തിന് വിധേയപ്പെടുമ്പോഴാണ് ഇടയ്ക്ക് മീഡിയേറ്ററായിട്ട്, നിയമദാതാവായി തന്നെ സൃഷ്ടിതാവായും തന്നെ മീഡിയേറ്ററായിട്ട്, ഓൺലി മീഡിയേറ്ററായിട്ട് കടന്നു വരുന്നത്. അങ്ങനെയാണ് പറഞ്ഞത്. അവൻ ഇരുപക്ഷത്തെയും, ഒരു പക്ഷത്തെ ദൈവം, ഒരു പക്ഷത്തെ മാനവജാതി മുഴുവനും, ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്നെ ജഡത്താൽ നീക്കി വേർപാടിന് നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെ തന്നിൽ, വളരെ മനസ്സിലാക്കണം, ഇരുപക്ഷത്തെ തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി. ഓരോ പുതുമനുഷ്യനല്ല. IPCക്ക് ഒരു പുതുമനുഷ്യൻ, ചർച്ച് ഓഫ് ഗോഡിന് ഒരു പുതുമനുഷ്യൻ, സ്വതന്ത്ര സഭയ്ക്ക് ഒരു പുതുമനുഷ്യൻ, കത്തോലിക്കിന് ഒരു പുതുമനുഷ്യൻ, ഓർത്തഡോക്സിന് ഒരു പുതുമനുഷ്യൻ, മാർത്തോമയ്ക്ക് ഒരു പുതുമനുഷ്യൻ. അങ്ങനെയല്ല, ഇരുപക്ഷത്തെ തന്നിൽ. ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ലവ്. പുറമെ നിന്നുകൊണ്ടല്ല, തന്നിൽ. ഇംഗ്ലീഷ് വായിക്കാം. Having abolished in his place the enmity, that enmity between God and humanity, even the law of commandments contained in ordinance, for to make in himself of twain in one new man, so making peace. തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി. അവനെ കൂടാതെയല്ല. നമുക്ക് എന്ത് യോഗ്യതയുണ്ട്? സറാഫീൻസ്, വിശുദ്ധ ജീവികളായിരിക്കുന്ന സറാഫീൻസ് ഇത്രയും പരിശുദ്ധന്റെ മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾ യോഗ്യരെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ചിറക് കൊണ്ട് മുഖം മൂടുകയാണ്. ഇത്രയും പരിശുദ്ധനെ നോക്കാൻ ഞങ്ങൾ യോഗ്യരെന്ന് പറഞ്ഞുകൊണ്ട് മുഖം മൂടുന്നു. ഇത്രയും പരിശുദ്ധന്റെ മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾ യോഗ്യരെന്ന് പറഞ്ഞിട്ട് പാദം മൂടുന്നത്. രണ്ട് ചിറക് കൊണ്ട് പറന്ന് സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ 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 എന്ന് സദാ ഘോഷിച്ചുകൊണ്ടിരിക്കുന്ന അതിവിശുദ്ധനായവനാണ്. അവനിലാണ് നമ്മെ ഒന്നാക്കുന്നത്. ആര്? ക്രിസ്തുവുമായിട്ട് ബന്ധമില്ലാത്തവർ, ലോകത്തിൽ ദൈവമില്ലാത്തവര്, ന്യായപ്രമാണികൾ പഴയ നിയമ തിരുവെഴുത്തുകളിൽ ചെയ്തിരിക്കുന്ന പ്രോമിസിൽ പറഞ്ഞിരിക്കുന്ന മശീഹായുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവര് തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി ദൈവത്തോട് നിരപ്പിച്ചു. പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. ഇങ്ങനെയാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ നാം പറഞ്ഞതുപോലെ, സ്തോത്രം, യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. There is no other way. ഒരു വഴിയും വേറെ ഇല്ല. ദൈവത്തിന്റെ ലോ അനുസരിക്കില്ല. ദൈവം എത്രമാത്രം സ്നേഹമുള്ളവനായാലും, of course he is, എത്രമാത്രം കരുണാസമ്പന്നനായാലും, yes he is and he will be always, ഡിവൈൻ ലോ അത് അനുവദിക്കുന്നില്ല. റീകൺസൈൽ ചെയ്യപ്പെടുവാത്തക്കവണ്ണം ദൈവനീതിക്ക് തൃപ്തി വരുത്തിയ ക്രിസ്തുവിൽ തന്നിൽ ഒരേ പുതു മനുഷ്യനായി സൃഷ്ടിക്കപ്പെടാത്തോളം you cannot reconcile with God. ദൈവത്തോട് നിരപ്പാൻ സാധ്യമല്ല. ദൈവക്രോധമേ നിൽക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഒന്നും സംഭവിക്കുന്നില്ലോ, ജാതി എത്രയെ തെറ്റി കാണിക്കുന്നു, ഇസ്രായേൽ ഇത്ര ആൾക്കാരെ കൊന്നു കളഞ്ഞിരിക്കുന്നു,
ഗാസയിൽ ഇത്രമാത്രം ആൾക്കാർ കൊന്നിരിക്കുന്നു, ഒന്നും സംഭവിക്കുന്നില്ലോ. അത് ദൈവത്തിന്റെ ദീർഘക്ഷമയാണ്. ദൈവം അവസരങ്ങൾക്ക് മീതെ അവസരം, അവസരങ്ങൾക്ക് മീതെ അവസരം നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്ന വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. കം ടു ദ ഡോർ. ഏകവാതിലായിരിക്കുന്ന ക്രിസ്തുവിലേക്ക് വന്നോളൂ. ഏകവാതിലായിരിക്കുന്ന ക്രിസ്തുവിലേക്ക് വന്നോളൂ. കൈക്കൊള്ളുക അവനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. പാട്ടുകാരൻ പ്രകാരം പാടി. സ്വർഗസിംഹാസനം താതന്റെ മാർവതും ദൂതന്മാർ സേവയും വിട്ടൻ പേർക്കായി ദാസനെ പോലവൻ ജീവിച്ചു പാപിയൻ പാപം ശിരസതിലേറ്റതിനാൽ. അനുഭവിച്ചുകൊണ്ടാണ് സംഗീതക്കാരൻ അത് പാടുന്നത്. ഇനി നിങ്ങൾക്ക് എന്ത് പ്രശംസിപ്പാനുള്ളത്? എന്താ ഉള്ളത്? നിങ്ങളുടെ മൂക്കിലെ ശ്വാസം ആരുടെ കയ്യിലായിരിക്കുന്നത്? ഇറ്റ്സ് എ ഫ്രീ ഗിഫ്റ്റ്. നിങ്ങളുടെ ആരോഗ്യം ഇറ്റ്സ് എ ഫ്രീ ഗിഫ്റ്റ്. ഇറ്റ്സ് എ ഫ്രീ ഗിഫ്റ്റ്. എന്തിനാ തന്നിരിക്കുന്നത്? ഈ ശരീരത്തിലിരിക്കുമ്പോൾ അവർ ഫ്രീ ആയിട്ട് തരുന്ന ഈ പ്രൊവിഷൻസിൽ ഉപയോഗിച്ചുകൊണ്ട് അവര് എപ്പോൾ സദൃശ്യന്മാരായി തരിക. ഇറ്റ്സ് ഓൺലി വേ ക്രൈസ്റ്റ്. ഓൺലി വേ ഈസ് ക്രൈസ്റ്റ്. അപ്പൊ നാം റോമാലേഖനത്തിൽ ചിന്തിച്ചതുപോലെ, ഹല്ലേലൂയ, സ്തോത്രം, വിശ്വാസത്തെ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവായ യേശു ക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനമുണ്ട്. ഒരേ ഒരു മാർഗമുള്ള തന്നിൽ ഒരേ പുതു മനുഷ്യനായിട്ട് സൃഷ്ടിക്കപ്പെടുക. തന്നിൽ ക്രിസ്തുവിൽ ഒരേ പുതു മനുഷ്യനായിട്ട് സൃഷ്ടിക്കപ്പെടുക. രണ്ട് പാർട്ടി തമ്മിലുള്ള ഇടർച്ച. ദൈവത്തിന് എത്ര സ്നേഹമുണ്ടായി തന്നെ മാനവജാതിയോട് ദൈവനീതിക്ക് തൃപ്തി വരുത്തോളത്തോളം, പാപം ചെയ്ത് ദൈവം മരിക്കുമെന്നുള്ള ദൈവനീതിക്ക് തൃപ്തി വരുത്തോളത്തോളം അവയെ ഇവർ ചേർക്കുവാൻ, ഇവർ കൈക്കൊള്ളുവാൻ സാധ്യമല്ല. അതാണ് ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത. അതാണ് മീഡിയേറ്ററിന്റെ ശ്രേഷ്ഠത. ഒരു മതസ്ഥാപകന്മാർ പോലും യേശു ക്രിസ്തു പാതാളത്തിൽ പോലും പോയതുപോലെ പോയിട്ടുണ്ട്, പക്ഷെ തിരിച്ചു വന്നിട്ടില്ല. പാതാളത്തിൽ നിന്ന് മരിച്ചവിടെ നിന്ന് തിരിച്ചു വന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും വേണ്ടി മറുവിലായി തുറന്ന ക്രിസ്തു, മനുഷ്യനായി ക്രിസ്തു യേശു മാത്രം. ഒരു മതമല്ല പ്രസംഗിക്കുന്നത്, ഒരു റിലീജിയൻ അല്ല പ്രസംഗിക്കുന്നത്. നിങ്ങളുടെ സാൽവേഷൻ, നിങ്ങളുടെ സൃഷ്ടിതാവിനെയാണ് നിങ്ങളോട് പരിചയപ്പെടുത്തി തരുന്നത്. അവന് കൈക്കൊള്ളുക. ഹല്ലേലൂയ. അതാണ് ആ ക്രൂശിലെ സ്നേഹം. ഇതിന്റെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയം താഴട്ടെ. ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. ദീർഘിപ്പിച്ച് നിങ്ങളെ ഞാൻ വിരസതയിലേക്ക് കൊണ്ടുപോകുന്നില്ല. ജസ്റ്റ് ഓപ്പൺ യുവർ ഹാർട്ട്. പേഴ്സണലി ഓപ്പൺ യുവർ ഹാർട്ട്. ജസ്റ്റ് ലുക്ക് അറ്റ് യുവർ വാട്ട് യു ആർ. ജസ്റ്റ് ലുക്ക് വാട്ട് യു ആർ. നിങ്ങളുടെ ഓരോ ബലഹീന അവസ്ഥ നിങ്ങൾക്ക് വെളിപ്പെടുമ്പോൾ നിങ്ങൾ അയ്യം വിളിച്ചിട്ടില്ലേ? ആ അയ്യം വിളിക്കുന്ന അയ്യം വിളിയായിരുന്നു ക്രൂശിൽ കേട്ടത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? നിങ്ങളുടെ അകൃത്യത്തിലൊന്ന് ശിക്ഷിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ സോളിന്ന് പാതാളത്തേക്ക് കടന്ന് വെന്തിരിയേണ്ടതായിരുന്നു. പക്ഷെ കരുണാസമ്പന്നനായ ദൈവം, കരുണാസമ്പന്നനായ ദൈവം നിങ്ങളോട് കാണിക്കുന്ന കൃപയുടെ ചെറിയ സിഗ്നലാണ്. ചെറിയ സിഗ്നൽ മാത്രമാണ് പുത്രൻ നൽകിയത്. അതിൻ്റെ അച്ചാരമായിട്ടൊരു പരിശുദ്ധാത്മാവ് തരുന്നത്. ഇനി വരുവാനുള്ള യുഗായുഗങ്ങളിൽ അവൻ നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തെ നമ്മുടെ സോളി വെളിപ്പെടുത്തുമ്പോൾ നിത്യാനന്ദം കൊണ്ട് നാം അവനെ സദാ പാടി സ്തുതിക്കും. അതാണ് 24 മൂപ്പന്മാർ യഹോവയെ സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 5-ാം അധ്യായത്തിൽ പാടി സ്തുതിക്കുന്നത്. ഹല്ലേലൂയ. ആ സ്നേഹത്തിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. ദൈവമായ കർത്താവ് ഈ വചനങ്ങൾ നിങ്ങളെ ഏവരും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധരും നിത്യമായ ദൈവ സ്വർഗീയ പിതാവേ, നിന്റെ സ്നേഹത്തിനായി സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന ജനത്തെ കർത്താവ് നിന്റെ കൈ വേർതിരിച്ചാട്ടെ. യൂട്യൂബിൽ കേൾക്കുന്ന ജനത്തെ കർത്താവ് നീ വേർതിരിച്ചാട്ടെ. നിന്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ, നിന്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ നുറുങ്ങിയ ഹൃദയത്തോടുകൂടെ, കണ്ണുനീരോടുകൂടെ കർത്താവ് നീ അവരെ അടുപ്പിക്കണം. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടെ ബലഹീനത അവർക്ക് വെളിപ്പെടുത്തുമ്പോൾ സഹിപ്പാൻ, മനസ്സിലാക്കാനുള്ള കൃപ, അതിലേക പരിഹാരമായിരിക്കുന്ന പുത്രനെയും വെളിപ്പെടുത്തിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളോട് നീ കാണിച്ച കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഇസ്രായേലിൽ നിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മായ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും നാം കേട്ടതായിട്ടുള്ള ഓരോ വചനത്തിന്മേലും നാം എടുത്ത തീരുമാനങ്ങളിന്മേലും ഈ നിമിഷം തുടങ്ങി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷത വരെയും പ്രവർത്തിച്ച് മാറട്ടെ.
ക്രിസ്തു യേശുവിൽ ജയം നൽകിയ ദൈവത്തെ കരങ്ങൾ തമ്പുരുക്കി കൂടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരയണമേ.